അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി മത്തായി എഴുതിയ സുവിശേഷം 11 അധ്യായം 29 വാക്യം നമുക്ക് വായിക്കാം. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവൻ ആകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. അനുഗ്രഹിക്കപ്പെട്ട വേദവാക്യമാണ് നാം കേട്ടത്. മറ്റാർക്കുമില്ലാത്ത അതിവിശിഷ്ടമായ സ്വഭാവത്തിനുടമയാണ് കർത്താവായ യേശു ക്രിസ്തു. ആ യേശു തൻ്റെ ശിഷ്യന്മാരെയും നമ്മെയും സമാധാനമില്ലാതെ അലയുന്ന സകലരെയും ബുദ്ധി ഉപദേശിക്കുകയാണ്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴും മരിച്ചു കഴിയുമ്പോഴും ആത്മാവിന് വിശ്രമവും ആശ്വാസവും പ്രാപിക്കുവാൻ സൗമ്യതയും താഴ്മയുമുള്ളവനായ എൻ്റെ അടുത്ത് വന്ന് പഠിക്കുവിൻ, എന്നെ നിങ്ങളുടെ അധ്യാപകനാക്കുവിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് സ്വസ്ഥതയും വിശ്രമവും സമാധാനവും ലഭിക്കും. എന്നോട് പഠിക്കണമെങ്കിൽ എൻ്റെ നുകം നിങ്ങൾ ചുമക്കണമെന്നാണ് യേശു ആവശ്യപ്പെടുന്നത്. സൗമ്യത, താഴ്മ എന്നീ വാക്കുകൾക്ക് യഥാക്രമം ജെൻറ്റിൽ ആൻഡ് ഹംബിൾ ഇൻ ഹാർട്ട് എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. ഇവിടെ ജെൻറ്റിൽ എന്ന വാക്കിൻ്റെ ഡിക്ഷണറി അർത്ഥം സൗമ്യത, മാന്യത, എളിമ, വിനയം, നയശീലം, ശാന്തത എന്നൊക്കെയാണ്. ഹംബിൾ എന്ന വാക്കിന് വിനയശീലനായ, വിനയമുള്ളവൻ, എളിയ എന്നെല്ലാം അർത്ഥമുണ്ട്. യേശുവിൻ്റെ സൗമ്യതയെക്കുറിച്ച് അറിയാത്തവർ കുറവാണ്. തൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഒരിക്കലും യുദ്ധം ചെയ്യാതെ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വിജയം കാൽവരി ക്രൂശിൽ നേടിയവനാണ് കർത്താവായ യേശു ക്രിസ്തു. രോമം കത്തിരിക്കുന്നവൻ്റെ മുമ്പിൽ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെ അവന് ക്രൂരമായി ഉപദ്രവിക്കുമ്പോഴും അവൻ എതിർത്തില്ല. ജെൻറ്റിൽ എന്ന വാക്കിന് നയശീലം എന്നും അർത്ഥമുണ്ട്. യേശുവിൻ്റെ നയം വളരെ ശ്രദ്ധേയമാണ്. ഒരാളെ ശത്രുവാക്കാതെ അയാൾക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിനെയാണ് നയം എന്ന് പറയുന്നത്. യേശുവിനോടൊരു ചോദ്യം ചോദിച്ചത് ഇപ്രകാരമാണ്. 7 സഹോദരന്മാരുണ്ടായിരുന്നു. മൂത്തവൻ വിവാഹം കഴിച്ചു, സന്തതിയില്ലാതെ മരിച്ചു. ആ സ്ത്രീയെ 7 പേരും ദേവര വിവാഹം കഴിച്ചു, എങ്കിലും സന്തതിയില്ലാതെ മരിച്ചു. ഒടുവിൽ ആ സ്ത്രീ മരിച്ചു. പുനരുദ്ധാനത്തിൽ ആ 7 ഇവൾ ആരുടെ ഭാര്യയാകുമെന്നായിരുന്നു ചോദ്യം. അല്പം പോലും കോപിക്കാതെ അവരെ കാര്യം പറഞ്ഞു കൊടുത്ത് യേശു അവരെ സഹായിച്ചു. തന്നെയുമല്ല, അവൻ്റെ പ്രസംഗം കേൾക്കുവാൻ ഓടിക്കൂടുന്ന ജനങ്ങൾ അവൻ്റെ വായിൽ നിന്നും വരുന്ന ലാവണ്യ വാക്കുകൾ കേൾക്കുവാൻ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. അതുപോലെ തന്നെ യേശുവിന് താഴ്മയുണ്ടായിരുന്നു. ഗർവിക്കാത്തവൻ, വിനയമുള്ളവൻ ആയിരുന്നു കർത്താവായ യേശു ക്രിസ്തു. അവൻ്റെ വിനയം എല്ലാ സംസാരത്തിലും പ്രകടമായിരുന്നു. സൗമ്യതയോടെ ഉത്തരം പറയുന്നവനായിരുന്നു കർത്താവായ യേശു ക്രിസ്തു. ജെൻറ്റിൽ അഥവാ താഴ്മ മെരുക്കപ്പെട്ട ഒരു കുതിരയെപ്പോലെ അല്ലെങ്കിൽ മുലകുടി മാറിയ ഒരു പൈതൽ പോലെ ആയിത്തീരുന്ന അവസ്ഥയാണ്. യേശു അങ്ങനെ ആയിത്തീർന്നതല്ല, പിന്നെയോ അവൻ്റെ സ്വഭാവം അപ്രകാരമായിരുന്നു. അവൻ അങ്ങനെയാണ്. പരാതികളില്ല, പിറുപിറുപ്പില്ല, ഉള്ളതിൽ സംതൃപ്തൻ, സ്വന്തം ആവശ്യത്തിന് യുദ്ധം ചെയ്യില്ല, താൻ മിടുക്കനാണെന്ന് തെളിയിക്കുവാൻ ശ്രമിക്കുകയില്ല, അച്ചടക്കത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുകയും പറയുകയും ചെയ്യും. ആരെയും മുറിപ്പെടുത്താതെ സംസാരിക്കും. കേൾക്കുന്നതിനേക്കാൾ മുമ്പേ ഉത്തരം പറയാതെ ശ്രദ്ധ വെച്ച് കേൾക്കുകയും ഉത്തരം ആവശ്യമുള്ള ചോദ്യമാണെങ്കിൽ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നത് പോലെ ഉത്തരം പറയുകയും ചെയ്യും. സൗമ്യതയുള്ളവർക്ക് മാത്രം ചെയ്യുവാൻ കഴിയുന്ന കാര്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. തന്നെയുമല്ല, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് നല്ല വാക്കല്ലാതെ ആകാത്ത വാക്കൊന്നും പറയുകയില്ല. മറ്റുള്ളവരോട് എങ്ങനെ ഉത്തരം പറയണമെന്നറിയേണ്ടതിന് കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായ വാക്കുകൾ മാത്രം സൗമ്യതയുള്ളവർ സംസാരിക്കും. യേശു അപ്രകാരമായിരുന്നു, കാരണം അവൻ സൗമ്യത ഉള്ളവനായിരുന്നു. താഴ്മയെക്കുറിച്ച് ചില കാര്യങ്ങൾ കൂടി നമുക്ക് ചിന്തിക്കാം. താനൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണെന്ന് ചിന്തിക്കാത്ത സ്വഭാവത്തിന് ഉടമയാണ് താഴ്മയുള്ളവൻ. അനേക കഴിവുകളുണ്ട്, അതിന് യാതൊരു തലക്കനവുമില്ലാതെ ജീവിക്കുന്നവൻ. തൻ്റെ ഉയർച്ചയിൽ അഹങ്കരിക്കാത്തവനാണ് താഴ്മയുള്ളവൻ. വന്ന വഴികൾ മറക്കാത്തവനാണ് താഴ്മയുള്ളവൻ. യേശുവിൽ നമുക്ക് ഈ സ്വഭാവ ഗുണങ്ങളെല്ലാം ദർശിക്കുവാൻ കഴിയും. മറ്റുള്ളവർ യേശുവിനോട് നിനക്ക് ഭൂതമുണ്ടെന്ന് പറയുമ്പോൾ യേശു അതിന് കൊടുക്കുന്ന മറുപടി ശ്രദ്ധേയമാണ്. എനിക്ക് ഭൂതമില്ല. അവന് കൊടുക്കുവാൻ ശ്രമിക്കുന്നവരോടും യാതൊരു രീതിയിലും തെറ്റായ പ്രതികരണം നടത്തുന്നില്ല. എല്ലാ അർത്ഥത്തിലും യേശു പറഞ്ഞ ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാണെന്ന അവൻ്റെ അവകാശവാദം സത്യമായിരുന്നു എന്ന് കാൽവരി ക്രൂശിൽ അവൻ തെളിയിച്ചു.
ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് കൽപ്പനയിട്ടവൻ്റെ കന്നത്തടിച്ചപ്പോൾ അവൻ തൻ്റെ ശക്തി വെളിപ്പെടുത്തിയില്ല. കുന്തം കൊണ്ട് കുത്തേറ്റിട്ടും അവൻ തനിക്ക് വേണ്ടി യുദ്ധം ചെയ്തില്ല. എത്രയെല്ലാം ആക്ഷേപവും പരിഹാസവും നിന്നയും സഹിക്കേണ്ടി വന്നിട്ടുമെല്ലാം സഹിക്കുകയല്ലാതെ പ്രതികരിച്ചില്ല. പ്രതികരിക്കുവാൻ കഴിവുള്ള ആളാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് അനേക പ്രാവശ്യം തൻ്റെ ശുശ്രൂഷയിൽ കൂടി തെളിയിച്ചവൻ മനുഷ്യവർഗത്തിൻ്റെ പാപവും ശാപവും തൻ്റെ ശിരസിൽ ചുമക്കുവാൻ തുടങ്ങിയപ്പോൾ നമ്മെ ഓർത്ത് അവൻ സകലതും ക്ഷമിച്ചു. അവൻ്റെ സൗമ്യതയും താഴ്മയും ക്രൂശിൽ നമുക്ക് കാണുവാൻ കഴിയും. ആരോടും എതിർത്ത് സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാതെ കുരിശിൽ കിടന്ന് നിലവിളിക്കുന്ന യേശു കർത്താവ് നമുക്ക് വേണ്ടിയാണ് നിലവിളിച്ചതെന്ന് പാപം ചെയ്യുവാൻ സാത്താനാൽ പരീക്ഷിക്കപ്പെടുമ്പോൾ നാം ഓർക്കണം. നാം ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചതിന് ശേഷവും നമ്മുടെ ആത്മാവിന് ശാന്തിയും വിശ്രമവും സമാധാനവും ലഭിക്കുവാനും യേശുവിൻ്റെ മൃദുവായ ദുഃഖം ചുമക്കുവാനുമായി യേശു നമ്മെ വിളിക്കുന്നു. പാപഭാരം ചുമക്കുന്നവരും പാപത്തിൽ നിന്നും രക്ഷ നേടുവാനായി മതപരമായ ചടങ്ങുകൾ ചെയ്ത് ക്ഷീണിച്ച് പാപത്തിൽ തന്നെ ജീവിക്കുന്നവരും ആയ വ്യക്തികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, പാപത്തിൽ നിന്നും മോചനം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ ഉണ്ടെങ്കിൽ, ഞാൻ നിന്റെ പ്രതിസന്ധിയിൽ നിന്നും രക്ഷിക്കാം, എന്നാൽ നീ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കുവാൻ തയ്യാറാകണമെന്നാണ് യേശു വിളിച്ചു പറയുന്നത്. നാം ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള മുഖം നാം ചുമക്കേണ്ടി വരും. ഏത് മുഖം ചുമന്നാലും നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. നാം ക്ഷീണിച്ചു പോവുകയും ചെയ്യും, നിരാശപ്പെടുകയും ചെയ്യും. എന്നാൽ യേശുവിൻ്റെ മുഖം അവനും കൂടി ചുമക്കുന്നതിനാൽ നമുക്ക് ഭാരമുണ്ടാവുകയില്ല, നിരാശയുണ്ടാവുകയില്ല, നാം ലജ്ജിച്ചു പോകേണ്ടി വരികയില്ല. രണ്ട് മൃഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് അതിൻ്റെ കഴുത്തിൽ വെച്ച് കൊടുക്കുന്നതാണ് മുഖം. മുഖം കഴുത്തിൽ വന്നാൽ ഭാരവും കഴുത്തിൽ വരും. അതുവരെ എങ്ങോട്ട് വേണമെങ്കിലും പോകാമായിരുന്ന വ്യക്തിക്ക് യേശുവിൻ്റെ മുഖം കഴുത്തിൽ വന്നാൽ പിന്നെ നമുക്ക് യേശുവിനോട് കൂടെ മാത്രമേ നടക്കുവാൻ കഴിയൂ. കാരണം മുഖത്തിൻ്റെ ഒരറ്റം നമ്മുടെ കഴുത്തിലും മറ്റേ അറ്റം യേശുവിൻ്റെ കഴുത്തിലുമായിരിക്കും. നമ്മെക്കൊണ്ട് മുഖം ചുമപ്പിച്ച് മാറി നിൽക്കുന്നവനല്ല കർത്താവായ യേശു ക്രിസ്തു. അവന് നമ്മോടൊപ്പം മുഖം ചുമക്കും. ആ സമയത്താണ് യേശു നമ്മെ സകലതും പഠിപ്പിക്കുന്നത്. സമാധാനത്തോടെ ജീവിക്കേണ്ടതിനായി നാം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നാണ് യേശു ആ സമയത്ത് നമ്മെ പഠിപ്പിക്കുക. ഓർക്കുക, സാത്താൻ തൻ്റെ മുഖം നമ്മുടെ കഴുത്തിൽ വെച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്യിക്കുവാൻ സദാസമയം ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നമ്മെ ദൈവമക്കൾ എന്ന പദവിയിൽ നിന്നും പിശാചിൻ്റെ മക്കൾ എന്ന അശുദ്ധിയിൽ തള്ളിയിടുവാനാണ് സാത്താൻ ശ്രമിക്കുന്നത്. അതിൽ നിന്നും നാം രക്ഷപ്പെടുവാൻ യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണം. ഇതാണ് യേശു നമ്മുടെ കഴുത്തിൽ വയ്ക്കുന്ന യേശുവിൻ്റെ മുഖം. ആ മുഖം യേശുവും ചുമക്കും. യേശു പിതാവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചു കൊണ്ടാണ് ദൈവത്തിൻ്റെ മുഖം ചുമന്നത്. സാത്താൻ നമ്മുടെ കഴുത്തിൽ വയ്ക്കുന്നത് പാപഭാരമാകുന്ന മുഖമാണ്. താൽക്കാലിക സന്തോഷവും സുഖവും ആ മുഖത്തിൽ കൂടി നമുക്ക് ലഭിക്കും. എങ്കിലും നിത്യനരകത്തിലേക്കുള്ള പാതയിലാണ് ആ സമയം നാം നടക്കേണ്ടി വരികയെന്ന് എപ്പോഴും ഓർക്കണം. യേശുവിൻ്റെ മുഖം മൃദുവാണ്. യേശുവിൻ്റെ മുഖം നമ്മുടെ കഴുത്തിൽ വന്നാൽ യേശു പോകുന്നിടത്ത് നമുക്ക് പോകുവാൻ കഴിയൂ. യേശു കാണുന്നതും കേൾക്കുന്നതും ചെയ്യുന്നതും മാത്രമേ നമുക്ക് പിന്തുടരുവാൻ കഴിയൂ. അപ്രകാരം യേശുവുമായി നാം ജീവിച്ചാൽ നിശ്ചയമായും നമുക്കും നമ്മെ കേൾക്കുന്നവർക്ക് പോലും സമാധാനവും ആശ്വാസവും ലഭിക്കും. യേശു തരുന്ന സമാധാനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ, ജോലിയില്ലെങ്കിൽ നാം പ്രാർത്ഥനാ മുറിയിൽ കയറും. അതുകൊണ്ട് നമുക്ക് ജോലി മുടക്കുവാൻ സാത്താൻ ശ്രമിക്കുകയില്ല. രോഗം വന്നാൽ നാം പ്രാർത്ഥനാ മുറിയിൽ കയറും. അതുകൊണ്ട് നമ്മെ രോഗികളാക്കുവാൻ സാത്താൻ ശ്രമിക്കുകയില്ല. ആരെങ്കിലും നമ്മെ നിന്ദിച്ചാൽ നാം പ്രാർത്ഥനാ മുറിയിൽ കയറും. നിന്ദിക്കുന്ന വ്യക്തികളെ തിരിച്ച് നിന്ദിക്കുന്നതും ഉപദ്രവിക്കുന്നവരെ തിരിച്ച് ഉപദ്രവിക്കുന്നതും യേശുവിൻ്റെ മുഖം ചുമക്കുന്നവർക്ക് സാധ്യമല്ല. കാരണം യേശുവിൻ്റെ സ്വഭാവം നമ്മിൽ ഉണ്ടെങ്കിൽ മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നതും ക്ഷമിക്കുന്നതും നമ്മുടെ അവകാശമായിട്ടേ നമുക്ക് തോന്നുകയുള്ളൂ. കാരണം യേശുവിനെ അനുസരിക്കുന്ന വ്യക്തിയുടെ ഹൃദയത്തിൽ അവൻ വസിക്കുകയും സകല പാപത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുന്നു. തന്നെയുമല്ല, വഴി ഇതാകുന്നു, ഇതിലെ നടന്നുകൊള്ളുവിനെന്ന് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും യേശു കർത്താവ് നമ്മെ ബുദ്ധി ഉപദേശിക്കും. ആകയാൽ പാപത്തിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള നമ്മുടെ സ്വയം പരിശ്രമങ്ങൾ വ്യർത്ഥമാണെന്ന് മനസ്സിലാക്കി നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ തകർക്കപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുഖം നമ്മുടെ കഴുത്തിൽ വെച്ചുകൊണ്ട് നമുക്ക് യേശുവിനോടുകൂടെ നടക്കാം. ഈ ലോകത്തിൻ്റെ പാപവഴികളിൽ നിന്നും രക്ഷ നേടാം. യേശുവിൻ്റെ സൗമ്യതയും താഴ്മയും നമ്മിലേക്ക് വരുവാൻ കർത്താവിനോടുകൂടെ നമുക്ക് നടക്കാം. അവൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് നമുക്ക്
ജ്യോതിഷികൾ പോലെ തിളങ്ങുകയും നിത്യജീവൻ അവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ സമാധാനമില്ലാതെ ബുദ്ധിമുട്ടുന്നെങ്കിൽ അങ്ങ് അവർക്ക് സമാധാനം നദി പോലെ ഒരുക്കി കൊടുക്കണമേ. അങ്ങയുടെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് ജ്യോതിഷികൾ പോലെ തിളങ്ങുവാനും നിത്യജീവൻ അവകാശികളായി തീരുവാനും ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.